ചോദ്യം ചെയ്യാൻ ആരുമില്ലാതെ കഴിഞ്ഞ 5 വർഷക്കാലമായി മധ്യപ്രദേശിലെ കോൺഗ്രസിനെ നയിച്ചിരുന്ന കമൽനാഥ് കാലത്തിന് അന്ത്യമായിരിക്കുകയാണ്. BJPയോട് മികച്ച മത്സരം പോലും കാഴ്ചവെക്കാൻ കഴിയാതെ തോറ്റുവീണ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്തം കമൽനാഥിന് തന്നെയാണെന്ന് പറയാതെ പറഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ പെട്ടെന്ന് സംസ്ഥാനത്തെ നേതൃത്വത്തെ മാറ്റിയിരിക്കുകയാണ്. ഇനി കമൽനാഥിന് വലിയ ശബ്ദമില്ലാത്ത ഒരു കാലമാണ് സംസ്ഥാനത്ത് വരാൻ പോകുന്നതെന്ന് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. മധ്യപ്രദേശിൽ യുവനേതാക്കൾക്ക് പ്രധാന ഉത്തരവാദിത്തങ്ങൾ നൽകി ഒരു തലമുറ മാറ്റമാണ് കോൺഗ്രസ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇനി പുതിയ നേതാക്കൾ നയിക്കട്ടെ എന്ന് കമൽനാഥിനോടും ദിഗ്വിജയ് സിംഗിനോടും പറയുന്ന തരത്തിലാണ് യുവനേതാക്കൾക്ക് സ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നത്. 50 വയസ്സിന് താഴെയുള്ള നേതാക്കളെയാണ് പാർട്ടിയുടെ സുപ്രധാന സ്ഥാനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. OBC വിഭാഗത്തു നിന്നുള്ള 50-കാരനായ ജിത്തു പട്വാരിയാണ് പുതിയ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ. 2018 മുതൽ 2020 വരെ മാത്രം നീണ്ടുനിന്ന കമൽനാഥ് മന്ത്രിസഭയിൽ അംഗമായിരുന്നു ജിത്തു. മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ജിത്തു നിലവിൽ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു. മുഖ്യമന്ത്രി മോഹൻ യാദവ് വരുന്ന മാൾവ നിർമ്മർ മേഖലയിൽ നിന്ന് തന്നെയാണ് ജിത്തുവും വരുന്നത്. സംസ്ഥാനത്തെ ആകെ ജനസംഖ്യയുടെ 52% വരുന്ന OBC വിഭാഗങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവ് എന്ന കണക്കുകൂട്ടലിലാണ് BJP മോഹൻ യാദവിനെ മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നത്. അതേ കണക്കുകൂട്ടൽ തന്നെയാണ് ജിത്തുവിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിച്ചിരിക്കുന്നത്. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖ നേതാവായ 49-കാരനായ ഉമംഗ് സിംഗറിനെയാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തത്. മുൻ മന്ത്രി കൂടിയായ ഉമംഗ് ധാർ ഗാന്ധ്വാനി നിയോജകമണ്ഡലത്തിൽ നിന്ന് 4ാം തവണയും വിജയിച്ചാണ് നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. താഴെത്തട്ടിലെ പ്രവർത്തകരുമായുള്ള ബന്ധം തന്നെയാണ് ഉമങ്ങിനെ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പാർട്ടി ദേശീയ നേതൃത്വത്തെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഘടകം. ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള 38-കാരനായ ഹേമന്ത് കത്താരെയെ നിയമസഭാ കക്ഷി ഉപനേതാവായി നിയമിച്ചു. കോൺഗ്രസ് തലമുറ മാറ്റത്തിന്റെ കൃത്യമായ സന്ദേശം നൽകി. ആദർ മണ്ഡലത്തിൽ നിന്നുള്ള ഹേമന്ത് 2ാം തവണയാണ് MLA ആയി എത്തുന്നത്. OBC വിഭാഗത്തിൽ നിന്നുള്ള മോഹൻ യാദവിനെ മുഖ്യമന്ത്രിയാക്കിയ, ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ജഗദീഷ് ദേവ്ദയെ ഉപമുഖ്യമന്ത്രിയാക്കിയ, ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള രാജേന്ദ്ര ശുക്ലയെ മറ്റൊരു ഉപമുഖ്യമന്ത്രിയാക്കിയ BJPയുടെ അതേ സോഷ്യൽ എഞ്ചിനീയറിംഗ് ശൈലി തന്നെയാണ് സംസ്ഥാനത്ത് കോൺഗ്രസും പിന്തുടരുന്നത്. അതോടൊപ്പം തന്നെ മകനായ ജയ്വർദ്ധൻ സിംഗിനെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഠിനമായി ശ്രമിക്കുന്ന മുതിർന്ന നേതാവായ ദിഗ്വിജയ് സിംഗിനുള്ള കൃത്യമായ സന്ദേശം കൂടിയാണ് പുതിയ നേതാക്കളുടെ തിരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വേറെയും നേതാക്കളുണ്ട് മധ്യപ്രദേശിൽ. അവരെ കൂടി പരിഗണിച്ച് ഇനി മുന്നോട്ട് പോകാനാവൂ എന്ന കൃത്യമായ സന്ദേശം.